ലോകശ്രദ്ധ നേടിയ ഒരു എംപിയുടെ വിശേഷമാണ് പറയാനുള്ളത്. ഈ എംപിയുടെ പാർലമെന്റിലെ പ്രകടനത്തെക്കുറിച്ചാണ്. ന്യൂസിലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ട 21-കാരി ഹന റോഹ്തി മെയ്പി ക്ലാർക്ക് മവോരി ഗോത്രത്തിന്റെ യുദ്ധവിളിയായ ഹാക്ക അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ന്യൂസിലൻഡ് പാർലമെന്റിന്റെ 170 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപിയാണ് 21-കാരി ഹന. വിശദാംശങ്ങളുമായി ലാൽകൃഷ്ണനുണ്ട്. ലാൽ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഈ വീഡിയോ സമൂഹ മാധ്യമത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇത് കണ്ടിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഭാഷ അറിയില്ലല്ലോ, ആരോടോ വഴക്കുണ്ടാക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഈ പ്രകടനത്തിന് താഴെ പലരും മറ്റു പലതും പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിച്ചത്. പക്ഷെ ശരിക്കുള്ള കാര്യം ഇതാണ് എന്നറിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ആവേശം ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ലാലും കണ്ടിട്ടുണ്ടാവുമല്ലേ? ഞാനും കണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യം കണ്ടപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പാർലമെന്റ് പോലത്തെ സംവിധാനമാണ് എന്നുള്ള കാര്യം മനസ്സിലായി. പറഞ്ഞ പോലെ ഈ വീഡിയോ പ്രചരിച്ചതെല്ലാം പല രീതിയിലും പല കഥകളും പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം മനുഷ്യർക്ക്, അതിപ്പോൾ രാജ്യങ്ങളുടെ അതിർത്തികളുടെ പ്രശ്നമൊന്നുമില്ല. ഏത് രാജ്യത്താണെങ്കിലും അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ അവന് സൗകര്യമുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതും സ്വാഭാവികമായിട്ടും സംഭവിച്ചത് അത് തന്നെയാണ്. തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരതിനെ വ്യാഖ്യാനിച്ചെടുത്തു എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് അതിനൊരു വ്യത്യസ്തത തന്നെയാണ്. ഇത് ന്യൂസിലൻഡിലാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഈ ഹാക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗോത്ര വർഗത്തിൻ്റെ ഭാഷയും അവരുടെ രീതിയുമാണ്. യുദ്ധമുറവിളി എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ കാലങ്ങളായിട്ട് ഇത് അനുഷ്ഠിക്കുന്നത് എന്ന് പറയുന്നത് പഴയ കാലത്ത് യുദ്ധം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഹാക്ക മുഴുക്കുക എന്ന് പറയും. കാരണം തൻ്റെ എതിരാളിയെ തോൽപ്പിക്കുന്നതിന് മുമ്പ് അവരെ വെല്ലുവിളിക്കുന്നതാണ് അവരുടെ ഒരു പ്രാർത്ഥനാ രീതി കൂടിയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് ചൊല്ലിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് യുദ്ധത്തിൽ തെറ്റായ രീതിയിലുള്ള അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള ഫലമുണ്ടാകും എന്നൊരു ആശങ്ക പോലും അവരുടെ ഉള്ളിലുണ്ട്. ഇത് പല രീതിയിലുണ്ട്, പല രീതിയിൽ പല ഭാവത്തിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല. സത്യത്തിൽ ന്യൂസിലൻഡുകാർക്ക് കുറച്ചുകൂടെ സുപരിചിതമായിരിക്കും. ഇത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചില സ്പോർട്സ് ടീമുകൾ പ്രധാനമായിട്ടും കളിക്കുന്നതിന് മുമ്പ് ഇത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. അത് ചെയ്തതിന് ശേഷം ഗെയിമിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് തങ്ങളുടെ എതിരാളിയോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇത് പല രീതിയിൽ ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഹന പറഞ്ഞത് തന്നെ പ്രധാനമായിട്ടും പാർലമെൻറ്റിൽ എത്തുന്നതിന് ശേഷം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും, പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ആ ഗോത്രവർഗത്തിൻ്റെ ഒരു ഉൽപ്പത്തി ഇനിയും അനിവാര്യമാണ്. അവരുടെ ഭാഷ, സംസ്കാരം, രീതികൾ ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കൂടി അറിയിച്ചുകൊണ്ടാണ് ഹന ആ പാർലമെന്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോത്ര വിഭാഗത്തിന് ഇതിലപ്പുറം ഒരു ഉറപ്പും ഒരു എംപിക്ക് നൽകാൻ കഴിയില്ല, അതും ഈ 21-ാം വയസ്സിൽ ചെറുപ്രായത്തിൽ. ശരി ലാൽ.